وحسين بن حمد رضي الله عنه أنهم قالوا يا رسول الله إنا نأكل ولا نشبع. സ്വഹാബത്തിൽ നിന്നുള്ള കുറേ ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്ന് ഒരു പരാതി, നബിയേ ഇന്നാ നഅകുൽ, ഞങ്ങൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ വലാ നശ്ബഅ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. നമ്മൾ പറയില്ല ഭക്ഷണം കഴിക്കുന്നതിന് എന്തൊരു ബർക്കത്തില്ല, ഒരു റാഹത്ത് കിട്ടുന്നില്ല. അതന്നെ ഈ ഒരു സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്ന് സ്വഹാബത്ത് സംസാരിച്ചു. അപ്പോൾ നബി തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും വേർപിരിഞ്ഞിരുന്ന് ഒറ്റക്കൊറ്റക്കായി ഭക്ഷണം കഴിക്കുകയാണോ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, കാലൂന, അതെ, ഞങ്ങൾ ഒന്നിച്ച് അല്ല, ഓരോരുത്തരാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫജ്തമിഉ അലാ ത്വഅമിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കണം. എന്നാൽ യുബാരിക് ലക്കും ഫീഹി, അതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാവും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ബറക്കത്തുള്ള ഭക്ഷണം മാ കസുറത്ത് അലൈഹിൽ ഐദി, കൈകൾ കൂടുതൽ വന്നു ചേരുന്ന ഭക്ഷണമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അയാദി, ഒരുപാട് കൈകൾ വന്നു ചേരുന്ന സ്ഥലമാണ് എന്ന് വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴുള്ള അടുത്ത മര്യാദയും സുന്നത്ത് കൂടെയാണ് ഒരു തളികയിൽ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുക എന്നത്. അത് എത്രത്തോളം പോസിബിൾ ആണ് നമ്മുടെ നാട്ടിൽ എന്നറിയില്ല. സുന്നത്താണ്, അതൊക്കെ നമ്മൾ ചെയ്യണം, കൊണ്ടുവരണം. മരിച്ചു പോകുന്ന സുന്നത്തുക്കളെ ജീവിപ്പിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭാര്യയും മക്കളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തളികയിലിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ അതൊരു വലിയ സന്തോഷവും ബറക്കത്തും അതിലുണ്ടാവും. നമ്മൾ ചെറുപ്പനാളുകളിലെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ശീലിപ്പിക്കണം. ഉമ്മയും കൂടെ ഇരിക്കുക, വാപ്പയും കൂടെ ഇരിക്കുക. ഉണ്ടാകുന്ന സമയത്തൊക്കെ അങ്ങനെ ഇരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. ഇതെങ്ങനെയാണ്? വാപ്പ ഒന്ന് വന്നിട്ട് അല്ലേ അവിടുന്ന് എടുത്തു പോകും. മോനോട് വരുമ്പോൾ ഉമ്മ പറയും, അവിടുന്ന് ഉമ്മ ഏതോ ജോലിയിലായിരിക്കും, തിരക്കിലായിരിക്കും, അവിടുന്ന് എടുത്തോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഉമ്മാന്റെ സൗകര്യത്തിന് എടുക്കും. അങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ അധികം ഉണ്ടാവാറ്. ആ സിസ്റ്റം മാറ്റണം. അവര് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാ നീ എന്നാ കുളിച്ചോ, നീ ഡ്രസ്സ് അലക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറയണം. കാരണം യുബാരിക് ലക്കും ഫീഹി, അതിൽ ബറക്കത്തുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി